ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജോലി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മത്സരം നിറഞ്ഞൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വേണം നമ്മൾ ആ ഒരു മേഖലയിലേക്ക് എത്താൻ. അങ്ങനെ എത്തിയ കുറേയേറെ ഉദ്യോഗാർത്ഥികളുടെ അനുഭവ സമ്പത്തും എൻ്റെ അനുഭവ സമ്പത്തും വെച്ച് നിങ്ങളോട് പറയുകയാണ്. വർഷങ്ങളോളം കഠിന പരിശ്രമം നടത്തിയാണ് ഈ ഒരു മേഖലയിൽ പലരും എത്തുക. അതിനിടയിൽ നമ്മൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. പരീക്ഷാ നടത്തിപ്പിലുള്ള കാലതാമസം, അതുകൂടാതെ PSCയുടെ ആൻസർ ഷീറ്റിലുള്ള തിരുത്തലുകൾ, ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുന്ന കുറേയേറെ സാഹചര്യങ്ങൾ. പക്ഷേ കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാണെങ്കിൽ ഒരിക്കൽ നമ്മളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനമെടുക്കുക, നിങ്ങൾക്കൊരു സർക്കാർ ജോലി അനിവാര്യമാണോ? ആണെങ്കിൽ മാത്രം ഇതുമായി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജാതകത്തിലൊക്കെ പറയുന്ന പോലെ ധനനഷ്ടം, മാനഹാനി, സമയനഷ്ടം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലഭിക്കൂ. അപ്പോൾ നമ്മൾ ലക്ഷ്യം കണ്ടു, സർക്കാർ ജോലി വേണം എന്ന് ഉറപ്പിച്ചെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ ചിന്താക്കുഴപ്പം, LDC വേണോ LGS വേണോ? കാരണം ഉയർന്ന ഡിഗ്രിക്കാരുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തികകളെക്കുറിച്ച് നമ്മുടെ ചെറിയ ചാനൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മളെ 10ാം തരക്കാർ, സാധാരണക്കാരുടെ പരീക്ഷകളായ LGS, LDC, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. LGS എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായിട്ട് 7ാം ക്ലാസ്സുകാർ യോഗ്യതയുള്ളവരെഴുതുന്ന പരീക്ഷയാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻ, PSCയിലെ ഏറ്റവും താഴ്ന്ന തസ്തിക, അങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പക്ഷേ ഇന്ന് പല ഓഫീസുകളിലും LGS എന്ന് പറഞ്ഞ തസ്തിക അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഥവാ LGSൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ദിവസവേതനക്കാരെയാണ് നിയമിക്കുക. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് അധിക ചെലവുകളില്ല, മറ്റാനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ടില്ല. ചെറുപ്പക്കാർ ഒരുപാട് പേര്, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നിൽക്കുന്നുണ്ട്. അവർ ഡെയിലി വേജസിന് നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ വരുന്നത് കൊണ്ട് LGS തസ്തിക തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ലിസ്റ്റിൽ അടുത്ത വരുന്ന ജൂലൈയിൽ 6 മാസത്തിനുള്ളിൽ ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ വെറും 40% പേർക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി പേരുടെ കാര്യം കൺസിഡർ ചെയ്തിട്ടില്ല എന്നർത്ഥം. കൂടി വന്നാൽ പകുതി പേർക്ക് ജോലി കിട്ടും, പകുതി പേര് വീണ്ടും ആ ലിസ്റ്റിൽ നിന്നും ഔട്ടാകും. അപ്പോൾ അടുത്ത നിലവിൽ വരാൻ പോകുന്ന ലിസ്റ്റിൻ്റെ അവസ്ഥ ഇതിലും പരിതാപകരമാകും. അപ്പോൾ പിന്നൊരു പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക വളരെ അസംഭവ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി സമയമുണ്ട്. അതുകൊണ്ട് തന്നെ LDCക്ക് തയ്യാറെടുക്കുക. LD ക്ലർക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ 10ാം ക്ലാസ്സുകാരൻ ആദ്യം ആകുലപ്പെടുക. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, കമ്പ്യൂട്ടർ, ഇങ്ങനെ കുറേ പഠിക്കാനുണ്ട്, പിന്നെ എങ്ങനെ പഠിക്കും? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ആദ്യം ആ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. 2026 ഇനി നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. 2027 പരീക്ഷയും ഉണ്ടാകും. അതായത് നിങ്ങളുടെ മുന്നിൽ എത്ര കുറഞ്ഞാലും 2 വർഷം പൂർണ്ണമായിട്ടുണ്ട്. ഈ 2 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഒരു LD ക്ലർക്ക് ജോലി. അതിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യം വേണം, അതിന് അനുസരിച്ചുള്ള ഒരു പ്ലാനും വേണം. LD ക്ലർക്കിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു, പ്രിൻ്റ് എടുത്തു. ഇംഗ്ലീഷ്, മലയാളം, കണക്ക് 10 മാർക്കിന് വീതമാണ്. ഈ 10 മാർക്കിന് വീതമുള്ള പരീക്ഷകളിൽ സ്ഥിര ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഈ വിഷയങ്ങളിലൊന്നും നിങ്ങൾക്കറിയാം, പ്രസ്താവനകൾ അധികം ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുമാത്രവുമല്ല, കണക്കൊന്നും ചെയ്യുന്ന രീതി ഒരിക്കലും മാറാനും പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ LDCയുടെ സിലബസ് അനുസരിച്ച് ഒരു ദിവസം 5 കണക്കും 5 മലയാളവും 5 ഇംഗ്ലീഷും, വെറും 15 ചോദ്യങ്ങൾ ഒരു ദിവസം പഠിച്ചാൽ പോലും നിങ്ങളൊരു വർഷം
2 വർഷം സ്ഥിരമായി പഠിക്കുമ്പോൾ 10,000 ചോദ്യങ്ങൾ പഠിച്ചു കഴിയും. അതിന് പുറത്തു നിന്ന് ചോദിക്കാൻ PSCക്ക് ചോദ്യം കാണില്ല. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത. അവിടുത്തെ 30 മാർക്കിൽ 30 മാർക്ക് സേഫാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. പിന്നെ വരുന്ന സയൻസിന് 10ൽ 10 മാർക്കും, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് മേഖലയിൽ ഏകദേശം 40 മാർക്കിൽ ഒരു 15 മാർക്കും ഇപ്പോൾ SCERT പുസ്തകത്തെ അടിസ്ഥാനമാക്കി വരുന്നത്. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ്, മലയാളം, കണക്ക് ഡെയിലി പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആ SCERT പുസ്തകങ്ങൾ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ നന്നായി വായിച്ച് മനസ്സിലാക്കി സ്വന്തമായി ഒരു നോട്ട് എഴുതാൻ തയ്യാറാവുക. അപ്പോൾ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇതുകൂടാതെ ആനുകാലികം, 2027 പരീക്ഷയ്ക്ക് വരുന്ന ആനുകാലികം 2026 നടന്ന സംഭവം അല്ലെങ്കിൽ 2025 നടന്ന സംഭവം. ഇപ്പോൾ 2025 ജനുവരിയാണ്. ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ വീഡിയോ കേട്ട ശേഷം എല്ലാ ദിവസവും പത്രം വായിക്കുക. പത്രത്തിലെ പ്രധാനപ്പെട്ട 3, 4, 5 പോയിന്റുകൾ കുറിച്ചു വയ്ക്കുക. ആ പോയിന്റുകൾ മാത്രം നിങ്ങളുടെ ആനുകാലിക പുസ്തകമായിട്ട് കണക്കാക്കുക. അതല്ലാതെ ആനുകാലികത്തിന് അഡീഷണൽ ഒന്നും പഠിക്കേണ്ടി വരില്ല. ഉറപ്പായിട്ടും ആനുകാലികത്തിൻ്റെ 80% മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനൊക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സജ്ജമാക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോയാൽ ഒരുപാട് ബോറടിയില്ലാതെ മുന്നോട്ട് പോകാം. പലരും പറയും പരീക്ഷ വരെ മറ്റെല്ലാം മാറ്റിവെച്ച് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനങ്ങനെ ഒരിക്കലും പറയില്ല. പഠനം വരെ എല്ലാം മാറ്റിവെച്ചിട്ട് ആഘോഷങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ആഘോഷിക്കുക, അതൊന്നും പ്രാക്ടിക്കലി സാധ്യമല്ല. ചെറിയ ചെറിയ ഉത്സവങ്ങളും നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുപോയാലേ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിഫർ ചെയ്തു, ഇന്നും നാളെ മറ്റന്നാളും കുടിക്കാതെ അതിനടുത്ത ദിവസം ഈ 4 ദിവസത്തെ കുടിക്കാൻ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സന്തോഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ചെറിയ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നമുക്ക് പ്രശ്നം വരുന്ന മേഖല പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ആഴ്ചയിൽ 1, 2 അല്ലെങ്കിൽ 3 പറ്റിയാൽ ഏറ്റവും ബെറ്റർ ചോദ്യപേപ്പറുകൾ, അതായത് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ വരുന്ന മാതൃകാ ചോദ്യപേപ്പറുണ്ട് LD ക്ലർക്ക് ലെവലിൽ. ആ ചോദ്യപേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നല്ല നല്ല പങ്ക്തികൾ വരും തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും. LDCക്ക് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. ഇതിന് സഹായകമാകുന്ന ചില തിരഞ്ഞെടുത്ത കാര്യങ്ങൾ വരും. അവ കൂടി വായിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ LD ക്ലർക്ക് നേടിയിരിക്കും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ചെറിയ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഒരു 50 പേരടങ്ങുന്ന ഒരു പെയ്ഡ് ഗ്രൂപ്പുണ്ട്. മന്ത്ലി 300 രൂപ ഫീസ് അടച്ച്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇതേ രീതിയിലാണ് ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 3 സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതി നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലെയൊക്കെ സ്പെഷ്യൽ പങ്ക്തികളും മുൻവർഷ ചോദ്യപേപ്പർ, മാതൃകാ ചോദ്യപേപ്പറുമൊക്കെ നമ്മുടെ ചാനലിലും കൂടി അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒരു വരിയെങ്കിലും കമൻറ്റ് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.